ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വസ്വാഗതം. ഞാനിവിടെ ഒരു പിക്ക് കാണിക്കാം, നമുക്കത് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു പിക്ക് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്? സഹോദരനായിക്കോട്ടെ സഹോദരി ആയിക്കോട്ടെ, നിങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്? ഈ ഒരു പിക്ക് കണ്ടിട്ട് എനിക്കൊന്ന് റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു പിക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ആ കുട്ടിയുടെ ആ ഒരു നിഷ്കളങ്കമായ ഒരു സ്നേഹം കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പോഴത്തെ ഈ ലോകത്ത് എന്താ പറയണ്ടേ, ഈ ലോകമാകുന്ന മായാവലയത്തിൽ ഉൾപ്പെട്ടാണ് ഇപ്പോഴത്തെ എല്ലാ മക്കളും. ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ മക്കളും ഒരേപോലെ തന്നെ ഇപ്പോഴത്തെ മായാവലയത്തിൽ ഉൾപ്പെട്ട് നടക്കുന്നതാണ്. സഹോദര സ്നേഹമില്ല, ആർക്കും ആരോടോ ഒരു കടപ്പാടില്ല, ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ മക്കളും നടക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരും നടക്കുന്നത്. ഇപ്പോ ചിലര് എന്തെങ്കിലും സ്നേഹമുള്ളവർ ഇപ്പൊ ചിന്തിക്കായിരിക്കും ഞങ്ങളൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. ബട്ട് സത്യസന്ധമായിട്ട് നമ്മളിപ്പോ ഈ ലോകത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ വെച്ച് നമ്മൾ പറയുവാണെങ്കിൽ, ഈ ഒരു പിക്ക് കണ്ടപ്പോ അത്രമേൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും ഒരുപാട് സങ്കടവും തോന്നിയൊരു ആ ഒരു പിക്കാണ്. ഒരു അത് വായിച്ചപ്പോ തന്നെ ഭയങ്കരമായിട്ട് മനസ്സ് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയൊരു ഇതാണ് കേട്ടോ. ഇത്രയും ഒരു ചെറിയൊരു പ്രായത്തില് ഈ ഒരു കുഞ്ഞ് അനിയത്തിയെ മടിയിലിരുത്തിക്കൊണ്ട് അവള് സ്കൂളിൽ പോയിട്ട് പരീക്ഷ എഴുതാണ്. അപ്പോ അതുപോലെ തന്നെ ഒരു അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, അതിന് അനുവദിച്ച ആ ഒരു സ്കൂളിന്റെ സിസ്റ്റത്തോടും അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചറിനോടൊക്കെ ഒത്തിരി നന്ദി പറയാനുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഇങ്ങനെ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു സാഹചര്യം. പക്ഷെ അവര് ആ കുട്ടിയുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയെ അവരവിടെ കയറ്റി അതുപോലെ തന്നെ പരീക്ഷ എഴുതിപ്പിക്കാനും ഉള്ള ഒരു മനസ്സ് കാണിച്ചതിനായിട്ട് ഞാൻ അവരെ ഒരുപാട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞിനെ എങ്ങനെ ജീവിക്കും? ആ ഒരു പെൺകുട്ടിയാണ്, അതുമല്ല അവളുടെ അനിയത്തിയും പെൺകുട്ടിയാണ്, അമ്മയും ഇല്ല അപ്പനും ഇല്ല. ആ കുട്ടീനെ എങ്ങനെ ജീവിക്കും അല്ലെ ഈ ഒരു ലോകത്തില്? അതും ഇപ്പോഴത്തെ ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ വെച്ചിട്ട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വളരെ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും എന്നോർത്തിട്ട് ഒരു എത്തും പിടിയില്ല. സത്യം പറഞ്ഞാല് ആ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഈ ഒരു ലോകം ഇപ്പൊ നമ്മളൊക്കെ എത്രയോ കഴിക്കാനും എന്തെല്ലാം കാര്യത്തിന് എത്രയോ രൂപ ചെലവാക്കുന്നു അല്ലേ? എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം, അവൾക്ക് ഇഷ്ടമുള്ള ഒരു പഠിപ്പ്, അതുപോലെ തന്നെ കുഞ്ഞനിയത്തെ നോക്കാൻ ഒക്കെ ഉള്ളൊരു സാഹചര്യം എല്ലാം ദൈവം ഒരുക്കി കൊടുക്കട്ടെ. അതുപോലെ സന്മനസ്സുള്ളവർ അതില് ഇടപെട്ട് ആ കുഞ്ഞിന്റെ ജീവിതം ഭദ്രമാക്കണമേ എന്നൊരു അപേക്ഷ കൂടി എല്ലാവരുടെ മുമ്പിലും വെക്കുകയാണ്. കാരണം നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ? അപ്പോ ഇത് നാലാൾക്കാർ കാണുമ്പോൾ, അവർ പ്രതികരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുഞ്ഞിനൊരു നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊരു പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരെ കൊണ്ടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയൊരു ഉപകാരമല്ലേ? നിങ്ങളിത് ഷെയർ ചെയ്യുന്നതിലൂടെ എനിക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. അതുപോലെ തന്നെ അത് നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. നിങ്ങൾ ഷെയർ ചെയ്യുന്നതും ഇല്ലാത്തതും നിങ്ങളുടെ ബെനിഫിറ്റ് മാത്രമാണ്. എനിക്ക് അതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ബട്ട് ഈ ഒരു കുട്ടിക്ക് അതുവഴി ഒരു നല്ലൊരു കാര്യം, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം ഉണ്ടാകും എന്നുള്ള ഒരു ഇതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എനിക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. സോ നിങ്ങളെ കൊണ്ടാകുന്ന ആ ഒരു ഷെയറിങ് എങ്കിലും നിങ്ങൾ ചെയ്യുക. അതുപോലെ ആ കുഞ്ഞിന് നല്ലൊരു ഭാവി ഉണ്ടാകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കാം.
താങ്ക് യു ഓൾ.